ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗൗരിക്ക് വയ്യാതെ വന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ്. വളരെയധികം സങ്കടത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അർച്ചന. ഇപ്പോൾ ഈ സമയം ശോഭന ഇപ്പോൾ അർച്ചനയെ വിളിച്ച് ഗൗരിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. മോൾ ICUവിലാണ്. കുഞ്ഞിൻ്റെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ ശോഭന. ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ശോഭന ഫോൺ വയ്ക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കമലയാണ്. കമലയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയായിരുന്നു. ഈ സമയം ഇപ്പോൾ അനഘ പുറത്തേക്ക് മരുന്നൊക്കെ വാങ്ങാൻ പോയ സമയം, ആരുമില്ലാത്ത സമയം നോക്കി ഇപ്പോൾ കമല അവിടെ നിന്ന് പോയിരിക്കുകയാണ്. കമല അവിടെ കാണുന്നില്ല. അവിടെ വന്ന ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അനഘ. ഈ സമയം സച്ചി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സച്ചി അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടറും വരുന്നു. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയെ മുറിയിൽ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അനഘ. ഞാൻ ഫാർമസിയിൽ പോയി മരുന്ന് കഴിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ആൻറ്റിയെ കാണുന്നില്ല എന്ന് അനഘ പറയുമ്പോൾ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഇല്ല എന്ന് അനഘ പറയുന്നുണ്ട്. നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത്? ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾക്ക് പോകണമായിരുന്നോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്ന സമയം സച്ചി അവിടേക്ക് വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ആൻറ്റിയെ കാണുന്നില്ല എന്ന് അനഘ പറയുമ്പോൾ അമ്മ ഇതെവിടെ പോയി എന്ന് ടെൻഷനോടെ സച്ചിയും ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും ആ ഹോസ്പിറ്റലിൽ നടന്ന് അന്വേഷിക്കുകയാണ് കമലയെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാൻ നോക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചി ഡോക്ടറോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ഒരു രോഗി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വം ഹോസ്പിറ്റലിൽ ഉള്ളവർക്കല്ലേ? പിന്നെ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് അറിയില്ലേ ആരൊക്കെയാണ് ആ ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ? അങ്ങനെ ഓരോന്നും പറഞ്ഞിപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി. ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് അനഘയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി ആരതിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ്. അമ്മയെ കാണാനില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുമ്പോൾ ആരതിയും ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മ ഇത് എവിടെ പോയി എന്ന്. അറിയില്ല വക്കീലെ, ഞാൻ എന്തായാലും പോലീസിൽ വിവരം അറിയിക്കാൻ പോവുകയാണെന്ന് സച്ചി ടെൻഷൻ ആകണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ആരതി ഫോൺ വെക്കുന്നുണ്ട്. ശേഷം വീണ്ടും ഇപ്പോൾ ഗൗരിയാണ് കാണിക്കുന്നത്. ഗൗരി പതിയെ കണ്ണ് തുറക്കുന്നുണ്ട്. ഗൗരിയുടെ തൊട്ടരികിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ കാണണമെന്ന്. മോളുടെ അമ്മ പുറത്ത് നിൽപ്പുണ്ട്, ഇപ്പോൾ കാണിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് സിസ്റ്റർ ഇപ്പോൾ ഗൗരിയോട് വളരെയധികം സ്നേഹത്തോടെ പറയുന്നുണ്ട്. അർച്ചനയും ഗോകുലും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ നല്ല ടെൻഷനിലാണ്. ഈ സമയം അവിടേക്ക് ശിശിരയും ശോഭനയും കൂടി വരുന്നുണ്ട്. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു എന്ന് ശോഭന ചോദിക്കുമ്പോൾ മോൾക്ക് ബോധം തെളിഞ്ഞോ എന്ന് ശിശിരയും ചോദിക്കുന്നു. മോള് വിഷമിക്കാതെ, ഗൗരിമോൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ശോഭന അർച്ചനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ ഇപ്പോൾ വന്ന് ഗൗരിക്ക് ബോധം തെളിഞ്ഞ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് മോളെ കാണാൻ സാധിക്കുമോ എന്ന് ഗോകുൽ ഇപ്പോൾ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. ഉടനെ സിസ്റ്റർ പറയുന്നു, എല്ലാവർക്കും കൂടെ കയറി കാണാൻ സാധിക്കില്ല, പക്ഷേ മോള് അമ്മയെ അന്വേഷിക്കുന്നുണ്ട്. മോൾക്ക് വേറെ എന്തെങ്കിലും എന്നിങ്ങനെ ഗൂഗിൾ ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടില്ല, അത് വന്നാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട്. അമ്മയ്ക്കൊക്കെ പേടിയാകുന്നു. ഇസബല്ലേ പോലെ മോൾക്കും അസുഖത്തിൻ്റെ ആരംഭമാണോ എന്ന് ടെൻഷനോടെ ശോഭന ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കുന്നു. എന്നാൽ ഒന്നും മിണ്ടാനാകാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ഗൂഗിൾ. അങ്ങനെ ഇപ്പോൾ അർച്ചനകത്ത് കയറി ഗൗരിമോളെ കാണുകയാണ്. ഗൗരിമോളുടെ ആ അവസ്ഥയിൽ അർച്ചനയ്ക്ക് വളരെയധികം സങ്കടമുണ്ട്. എന്നാൽ അതൊന്നും പുറമേ കാണിക്കാതെ ഗൗരിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അർച്ചന. എനിക്ക് എന്താ അമ്മയെ പറ്റിയത് എന്ന് ഗൗരി ചോദിക്കുമ്പോൾ മോൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അർച്ചന ഗൗരിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ദേഹം മുഴുവനും നല്ല വേദനയുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഗൗരി പറയുമ്പോൾ മോള് പേടിക്കണ്ട, മോളുടെ അസുഖം എല്ലാം മാറുമെന്ന് അർച്ചന പറയുന്നു. എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല, ഭയങ്കര തലവേദന എന്ന് ഗൗരി പറയുമ്പോൾ സാരമില്ല, അമ്മ തടവി തരാം, മോൾ ഉറങ്ങിക്കോ എന്നൊക്കെ വീണ്ടും അർച്ചന പറയുന്നുണ്ട്. ഡോക്ടർ എന്താ അമ്മ പറഞ്ഞത്? എനിക്കെൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാൻ തോന്നുവാണ് എന്ന് ഗൗരി ചോദിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് എല്ലാവരെയും കാണാമെന്ന് അർച്ചനയും വാക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് അമ്മ എങ്ങോട്ടും പോവല്ലേ അമ്മേ എന്ന് ഗൗരി അർച്ചനയോട് പറയുന്നുണ്ട്. ഇല്ല, മോളെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോവില്ല എന്ന് അർച്ചനയും ഗൗരിയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും ഭാരതി കൂടി കാറിൽ ഇങ്ങനെ കമലയെ അന്വേഷിച്ച് നടക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം കമലയെ അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കമലയും കാണിക്കുന്നുണ്ട്. കമല ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ മുടിയൊക്കെ അഴിച്ച് ഒരു മാനസിക നില തെറ്റിയ ആളെ പോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കമല ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സ്ത്രീ അത്ര നല്ല ആളായി തോന്നുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകണ്ടേ എന്ന്. ഒറ്റയ്ക്ക് ഉള്ളോ എന്നും കമലയോട് ചോദിക്കുന്നുണ്ട്. ഏതോ വട്ട് കേസാണെന്നാണ് തോന്നുന്നത്, ഇനി ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഓടി വന്നതാണോ എന്നൊക്കെ ആ സ്ത്രീ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മാലയും വളയും എല്ലാം കൂടി ഒരു 2-3 പവൻ കാണും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു. ആരെ കാണാനാണ് പോകുന്നതെന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മോളെ കാണാനാണ് പോകുന്നത് എന്ന്. മോൾ എവിടെയാണ് താമസമെന്ന് ചോദിക്കുമ്പോൾ ദൂരെയാണെന്ന് കമല പറയുന്നു. ദൂരെയെന്ന് പറഞ്ഞാൽ എന്ന് അവരിങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ അവിടെ അല്ല ഇവിടെ, ഇല്ല എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട്. നിങ്ങളുടെ മോളെ ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ എവിടെ, നീ എൻ്റെ മോളെ കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ ആ സ്ത്രീയെ ശല്യം ചെയ്യുന്നുണ്ട് കമല.
ഞാൻ നിങ്ങളുടെ മോളെ കണ്ടിരുന്നു, നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ് മോള് എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ, നീ എൻ്റെ മോളുടെ അടുത്തേക്ക് നീ എന്നെ കൊണ്ടുപോകും, വാ ഇനി നമുക്ക് പോകാം, വാ വാ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ഇപ്പോൾ കമല. ആളുകൾ കൂടിയാൽ മോൾ ഓടിപ്പോകും, ആൾക്കാരൊക്കെ കാണും എന്നൊക്കെ അവർ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്നെ ആരും കാണണ്ട, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പതിയെ ആ സ്ത്രീയുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കമല. ഇതേസമയം വീണ്ടും സച്ചി ഇപ്പോൾ കമലയെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോക്കാരോടും അവിടെ കാണുന്ന എല്ലാവരോടും ഫോണിൽ ഫോട്ടോ കാണിച്ച്, കമലയുടെ ഫോട്ടോ കാണിച്ച് ഈ സ്ത്രീയെ കണ്ടിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചില കടകളിലുമൊക്കെ കയറി ചോദിക്കുന്നുണ്ട് സച്ചി. ശേഷം ഇപ്പോൾ ചിപ്പിയാണ് കാണിക്കുന്നത്. ചിപ്പിയാണെങ്കിൽ ആകെ വിഷമിച്ച് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക അവിടേക്ക് വരുന്നു. എന്ത് പറ്റി, എന്താ മോക്കൊരു വിഷമം എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. അമ്മേ, ഗൗരി മോൾക്ക് നല്ല സുഖമില്ല, അവൾ ആണെന്നും എന്തോ ഒരു വലിയ അസുഖമാണ്, എനിക്ക് ഗൗരി ഒന്ന് കാണണം എന്നൊക്കെ ചിപ്പി അവന്തികയോട് സങ്കടത്തോടെ പറയുന്നുണ്ട്. ഗൗരിക്ക് തീരെ സുഖമില്ല, എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, എനിക്കിപ്പോൾ തന്നെ ഗൗരിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ചിപ്പി ഇപ്പോൾ വാശി പിടിക്കുകയാണ്. മോളെന്തായാലും ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് പോയി ഗൗരിയെ കാണാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡ്രസ്സ് മാറാനായി മുകളിലേക്ക് ചിപ്പിയെ പറഞ്ഞു വിടുകയാണ് അവന്തിക. ഈ സമയം ഇപ്പോൾ മൂർത്തി അവന്തികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സന്ദീപിനെ കൊണ്ടൊരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ മൂർത്തിയെ എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. എല്ലാവരും ഹോസ്പിറ്റലാണ്, ഇതുപോലൊരവസരം ഇനി കിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ സന്ദീപിനെ വിവരം അറിയിക്കാമെന്ന് മൂർത്തിയും. എങ്കിൽ പെട്ടെന്ന് തന്നെ ചെല്ല്, എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുക എന്നൊക്കെ അവന്തിക ഇപ്പോൾ മൂർത്തിയോട് പറയുന്നുണ്ട്. ശേഷം വീണ്ടും കമലയെ കാണിക്കുന്നു. കമലയും ആ സ്ത്രീയും കൂടി റോഡ് സൈഡിൽ കൂടി നടന്നു പോകുന്നുണ്ട്. എനിക്കിനി വയ്യ നടക്കാൻ, നീ എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്, എൻ്റെ മോളെ കാണിച്ചു തരാമെന്നല്ലേ നീ പറഞ്ഞത്, ഇനിയും കുറേ ദൂരം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഉള്ളൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീ കമലയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ കമലയ്ക്ക് ഇനി മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല. അവശതപ്പെട്ട് ഇപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കമല. ഞാനിനിയില്ല, എനിക്ക് വയ്യ നടക്കാൻ, എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കണമെന്ന് കമല പറയുന്നു. വേഗം നടന്നില്ലെങ്കിൽ മോള് പോകും എന്ന് ആ സ്ത്രീ പറയുമ്പോൾ, കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടുമോ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് ആ സ്ത്രീ പറയുന്നു. എടി പെണ്ണ്, നീ എന്നെ ഇങ്ങോട്ടേ കൊണ്ടുപോകുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ, മോളെ കാണണമെങ്കിൽ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഈ മാലയും വളയൊക്കെ ഇട്ട് അവിടെ ചെന്നാൽ അവർ കേട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഈ മാലയും വളയും ഒഴിച്ച് വളയും മാലയും എല്ലാം അഴിച്ച് എൻ്റെ കയ്യിൽ തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചു കൊള്ളാം, എന്നിട്ട് മോളെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനത് തിരിച്ചു തരാം എന്നൊക്കെ ആ സ്ത്രീ പറയുന്നത് കേട്ട് എനിക്കെന്നെ മോളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ആ മാലയും വളയും എല്ലാം ഊരി കൊടുക്കുകയാണ് ഇപ്പോൾ കമല. അങ്ങനെ ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും അതെല്ലാം ഊരി ഇപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കമല. എൻ്റെ മോളെവിടെ എന്ന് ചോദിക്കുമ്പോൾ, ദേ അതിനകത്താണ്, നിങ്ങൾ പോയി മോളെ കണ്ടിട്ട് വാ, ഞാൻ നീ ഇവിടെ നിൽക്കാമെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഈ മാലയും വളയും തന്നാൽ മതി, സൂക്ഷിക്കണം കേട്ടോ. ദേ ഈ മോതിരവും സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ അതും കൂടി ഊരി കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ സ്വർണ്ണമെല്ലാമായി ആ സ്ത്രീ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സച്ചിയും ആരതിയുമാണെങ്കിൽ വളരെയധികം ടെൻഷനോടെ തന്നെ കമലയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. റോഡിൻ്റെ വശത്തുകൂടി കുറുകയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കമല. എന്നിട്ട് ഒരു വീട്ടിൽ കയറി ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾ ഇവിടെ ഉണ്ടോ എന്ന്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഡോക്ടറെയാണ്. ഡോക്ടർ ഇപ്പോൾ ഗൂഗിളുമായി സംസാരിക്കുന്നു. ടെസ്റ്റ് റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്, മോളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് മുഴുവൻ ഫാമിലിയോടും ഞങ്ങളിത് പറയുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. എല്ലാവരും വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, മോൾക്ക് ചില കാർഡിയക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, എല്ലാം കൺട്രോളിലാണ്, പക്ഷേ ചില വേരിയേഷൻസ് കണ്ടിട്ടുണ്ട്, ECGയിലും ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ കാർഡിയോളജി ടീമുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ഡോക്ടർ പറയുന്നു. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണോ എന്ന് ഗോകുൽ ഡോക്ടറോട് ചോദിക്കുമ്പോൾ, ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് അത് ചികിത്സിച്ചാൽ മാറുമെന്ന് ഡോക്ടർ പറയുന്നു. ഞങ്ങളുടെ കാർഡിയാക് ഡോക്ടർ അദ്ദേഹം ഒരു സീനിയറാണ്, അദ്ദേഹം ഉടനെ തന്നെ വൈകിട്ട് തന്നെ എത്തും, അദ്ദേഹവുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കാമെന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അതെല്ലാം പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുന്നുണ്ട് അർച്ചന. അളിയൻ വിഷമിക്കാതെ, അവർ കാര്യമല്ലേ പറഞ്ഞത്, സർജറി ഒന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ഇതിനേക്കാൾ വലിയൊരു ഹോസ്പിറ്റൽ വേറെ എവിടെയും കിട്ടില്ല എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. എന്നാലും എൻ്റെ മോള് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് ഗോകുൽ. അളിയൻ ഇങ്ങനെ വിഷമിച്ചാൽ ബാക്കി എല്ലാവരും പാനിക്കാകുമെന്ന് രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ഗോകുലിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് രാജീവ്. കഷ്ടകാലമെല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ ഗൗരിമോൾ തിരിച്ചു വരും എന്ന് രാജീവ്. അങ്ങനെ ഈ സമയം ഇപ്പോൾ രാജീവിനൊരു കോള് വരുന്നുണ്ട്. ആ കോള് അറ്റൻഡ് ചെയ്തതും രാജീവ് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.